നമസ്കാരം. 2024 മെയ്യിൽ മോദി മൂന്നാമതും അധികാരത്തിൽ വന്ന് 2 മാസം കൂടി കഴിഞ്ഞ് ജൂലൈയിലായിരുന്നു ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തിയത്. 14 വർഷം നീണ്ട കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ചാണ് ലേബർ പാർട്ടി 650-ൽ 410 സീറ്റും നേടി അധികാരത്തിലെത്തുന്നത്. അതിദയനീയമായി കൺസർവേറ്റീവ് പാർട്ടി പിറകിലേക്ക് പോയി. കീർ സ്റ്റാർമർ സർക്കാർ 2 വർഷം തികയ്ക്കാൻ ഇനി 1 മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ബ്രിട്ടനിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് ആ പദവി രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. 97 മുതൽ 2007 വരെ ടോണി ബ്ലെയറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ഭരിച്ചതിന് ശേഷം ലേബർ പാർട്ടിയിലുണ്ടായ ആഭ്യന്തര ലഹളയെ തുടർന്ന് ടോണി ബ്ലെയർ രാജിവെച്ച പകരം സ്കോട്ടിഷ് നേതാവായ ഗോർഡൻ ബ്രൗൺ പ്രധാനമന്ത്രിയായതാണ്. 2010 തെരഞ്ഞെടുപ്പിൽ ഗോർഡൻ ബ്രൗണിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഡേവിഡ് കാമറോൺ പ്രധാനമന്ത്രിയായി. എന്നാൽ പിന്നീട് ബ്രെക്സിറ്റ് റഫറൻഡത്തിൽ തോറ്റതോടെ ഡേവിഡ് കാമറോൺ രാജിവെക്കുകയും പകരം തെരേസ മെയ് ചുമതലയേൽക്കുകയും ചെയ്തു. അവിടെ മുതൽ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിരന്തരമായി അടിയായിരുന്നു. ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക്, അങ്ങനെ പോയി കൺസർവേറ്റീവ് പാർട്ടിയിലെ പ്രധാനമന്ത്രിമാർ. ഒടുവിൽ 2024 കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ ലേബർ പാർട്ടിയിലെ ആഭ്യന്തര ലഹള അതിശക്തമായി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല 2024 മുതൽ 26 വരെയുള്ള ഈ 2 വർഷ കാലയളവിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ സംഭവിച്ചു. ഇതുവരെ സായിപ്പന്മാർ പുറത്തു പറയാതിരുന്ന വംശീയത അവർ തുറന്നു പറയാൻ തുടങ്ങി. എല്ലാവരെയും കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്കുക, എല്ലാവരോടും സ്നേഹത്തോടെ നല്ല വാക്ക് പറയുക എന്ന സായിപ്പന്മാരുടെ രീതി ലോകമെമ്പാടും മാറി വരികയാണ്. അതിരുകവിഞ്ഞ കുടിയേറ്റവും അനധികൃത കുടിയേറ്റക്കാരുടെ ശല്യവും ട്രംപിനെ പോലുള്ള എന്തും തുറന്നു പറയാൻ ധൈര്യമുള്ള വലത് രാഷ്ട്രീയക്കാരുടെ കടന്നുവരവുമൊക്കെ കുടിയേറ്റക്കാർക്കിടയിൽ പോലും ഈ അനധികൃത കുടിയേറ്റ വിരുദ്ധ വികാരമുണ്ടാക്കി. ഒപ്പമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് വേര് പിടിച്ചത്. ഇതോടുകൂടി ഇതുവരെ മിണ്ടാതിരുന്ന വെള്ളക്കാർ കൂട്ടത്തോടുകൂടി കുടിയേറ്റ വിരുദ്ധരായി മാറി. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ വലത് വംശീയ രാഷ്ട്രീയ പാർട്ടികൾ നാമ്പെടുത്തു. ഇറ്റലിയിലും നെതർലൻഡ്സിലുമൊക്കെ അവർ അധികാരത്തിലെത്തി. ഡെൻമാർക്കിലും ഫ്രാൻസിലും സ്പെയിനിലും ബ്രിട്ടനിലുമൊക്കെ അവർക്ക് വലിയ മുന്നേറ്റമുണ്ടായി. 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നൈജൽ ഫറാജ് എന്ന നേതാവ് റിഫോം UK എന്ന പേരിൽ ഒരു വലത് വംശീയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് മാത്രമേ റിഫോം നേടിയുള്ളെങ്കിലും അതിനുശേഷമുള്ള 2 വർഷ കാലയളവിൽ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി റിഫോം UK മാറി. കഴിഞ്ഞ മാസം ബ്രിട്ടനിൽ നടന്ന ലോക്കൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ 3നെയും പിന്നിലാക്കി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് റിഫോം UK ആയിരുന്നു. 136 കൗൺസിലുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 1453 സീറ്റ് റിഫോം UK നേടിയപ്പോൾ 1068 സീറ്റിൽ ഒതുങ്ങി ലേബർ പാർട്ടി. വെറും 801 സീറ്റിൽ കൺസർവേറ്റീവ് പാർട്ടി ഒതുങ്ങിയപ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകൾ 844 സീറ്റിലേക്കും ഗ്രീൻ പാർട്ടി 587 സീറ്റിലേക്കും ഉയർന്നു. ഇതൊരു രാഷ്ട്രീയ പൊളിച്ചെഴുത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ രണ്ടും പിറകോട്ട് പോവുക. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും നേരത്തെ മുതലുള്ള പാർട്ടിയാണെങ്കിലും പമ്മി നിന്നിരുന്ന ലിബറൽ ഡെമോക്രാറ്റുകൾ മുമ്പോട്ട് വരിക, ഗ്രീൻ പാർട്ടി ജീവനെടുത്ത് വരിക. അതേസമയം ഇവരെല്ലാം മറികടന്നുകൊണ്ട് റിഫോം UK എന്ന പുതിയ പാർട്ടി ഒന്നാമതെത്തുക. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ റിഫോം UK അധികാരം പിടിക്കുമെന്ന സാഹചര്യം പോലും രൂപപ്പെട്ടു. അതിനുശേഷം നടന്ന റെങ്കോൺ പാർലമെന്ററി ഉപതെരഞ്ഞെടുപ്പിൽ റിഫോം UK സ്ഥാനാർത്ഥി MP ആയി ജയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ലേബർ പാർട്ടിയിൽ കലാപം മൂർച്ഛിക്കുകയും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെക്കണമെന്ന മുറവിളി ശക്തിപ്പെടുകയും ചെയ്തു. ഈ മുറവിളി ആരംഭിച്ചതിന് ശേഷം പല കാരണങ്ങളാൽ 20ഓളം മന്ത്രിമാർ കീർ സ്റ്റാർമർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ഉൾപ്പെടെ. ഇതോടുകൂടി പാർട്ടി ലീഡർഷിപ്പിൽ മാറ്റം വരണമെന്ന മുറവിളി ആരംഭിക്കുന്നു. ലേബർ പാർട്ടിയുടെ നിയമമനുസരിച്ച് 81 MPമാർ ഒരുമിച്ച് പിന്തുണച്ചാൽ ഒരാൾക്ക് നേതൃമാറ്റം ആവശ്യപ്പെടാനും മത്സരിക്കാൻ കഴിയും. 81 MPമാരുടെ പിന്തുണയുള്ള ആർക്കും മത്സരിക്കാം. നിലവിലുള്ള പ്രധാനമന്ത്രി നേതാവ് എന്ന നിലയിൽ കീർ സ്റ്റാർമർക്കും മത്സരിക്കാം. ഈ മത്സര ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മാഞ്ചസ്റ്ററിലെ മേക്കർ ഫീൽഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. 2010-ലും 2015-ലും ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയ, പിന്നീട് 2017 മുതൽ 9 വർഷം മാഞ്ചസ്റ്റർ മേയറായി ജോലിയെടുക്കുന്ന ആൻഡി ബേണം നേതാവാകാനുള്ള മത്സര രംഗത്തേക്ക് വരികയാണ്. 2010-ൽ 5 പേർ മത്സരിച്ചപ്പോൾ 4-മനായിരുന്നു ആൻഡി ബേണം.
2001 മുതൽ MP സ്ഥാനത്ത് തുടരുന്ന ആൻഡിക്ക് 4ാം സ്ഥാനത്ത് മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ. അന്ന് എഡ് മിലിബാൻഡായിരുന്നു നേതാവായത്. 2015 വീണ്ടും മത്സരിച്ചെങ്കിലും ജെറമി കോർബൻ ആയിരുന്നു ജയം. രണ്ടാമതെത്തി ആൻഡി ബേണം. പിന്നീടാണ് 2017 മാഞ്ചസ്റ്റർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മേയറാകാൻ അങ്ങോട്ട് മാറിയത്. മേയറായി തുടരുന്നതിനിടയിലാണ് വീണ്ടും ലേബർ പാർട്ടിയിൽ നേതൃമാറ്റ ആവശ്യമുണ്ടാവുന്നതും ആൻഡി ബേണം മാഞ്ചസ്റ്റർ മേക്കപ്പ് ഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നതും. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ റിഫോം UK സ്ഥാനാർത്ഥി ജയിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ആൻഡി ബേണം സ്ഥാനാർത്ഥിയായി വരുന്നത്. മാഞ്ചസ്റ്റർ മേയർ എന്ന നിലയിൽ വലിയ മുന്നേറ്റം നടത്തിയ ആൻഡി ബേണത്തിന് വലിയ പിന്തുണ കിട്ടുന്നു. മിനിഞ്ഞാന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആൻഡി ബേണം ഏതാണ്ട് 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലല്ല, ഒരു മണ്ഡലത്തിൽ ആകെ 50,000 വോട്ടേ ഉണ്ടാവൂ. ആൻഡി ബേണം 24,927 വോട്ട് നേടിയപ്പോൾ റിഫോം UKയുടെ റോബ് കെനിയോൻ 15,696 വോട്ടാണ് നേടിയത്. റീസ്റ്റോർ ബ്രിട്ടൻ എന്ന അതിതീവ്ര വംശീയ പാർട്ടി 3,111 വോട്ടും കൺസർവേറ്റീവ് പാർട്ടി 997 വോട്ടും ഗ്രീൻ പാർട്ടി 308, ലിബറൽ ഡെമോക്രാറ്റ് 163 വോട്ടും നേടി. നോക്കുക, ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട 3 പാർട്ടികൾക്ക് കൺസർവേറ്റീവ് അടക്കം 1000 വോട്ട് പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമതെത്തിയത് റിഫോം UKയ്ക്ക് വംശീയത പോരാ എന്ന് വിശ്വസിച്ച് തുടങ്ങിയ റീസ്റ്റോർ ബ്രിട്ടൻ എന്ന പേരിൽ ഒരു പുതിയ പാർട്ടിയാണ്. എന്തായാലും ആൻഡി ബേണം ജയിച്ചതോടെ ബ്രിട്ടനിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പായി. ആൻഡി ബേണത്തിൻ്റെ അനുയായികൾ പറയുന്നത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറോടെ അധികം പരീക്ഷണത്തിന് നിൽക്കാതെ രാജിവെച്ചു പോകാനാണ്. എന്നാൽ കീർ സ്റ്റാർമർ അതിനൊരുക്കമല്ല. അങ്ങനെയെങ്കിൽ കീർ സ്റ്റാർമറെ പുറത്താക്കാൻ വേണ്ടി നേതൃ മത്സരം ഉടൻ ആരംഭിക്കേണ്ടി വരും. കീർ സ്റ്റാർമർ രാജിവെക്കണമെന്ന് ആവശ്യമുന്നയിക്കുന്ന 81 MPമാർ പിന്തുണച്ചാൽ ആൻഡി ബേണമിനെ ലീഡറാവാൻ വേണ്ടി രംഗത്തിറങ്ങാം. കീർ സ്റ്റാർമറെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോൾ ആൻഡി ബേണമിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ക്ഷയിച്ചു പോകുന്ന സാഹചര്യത്തിൽ മാറ്റം വരണമെങ്കിൽ ആൻഡി ബേണത്തെ പോലെ പ്രസിദ്ധിയുള്ള ജനപ്രീതിയുള്ള നേതാവ് വരണമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ ആൻഡി ബേണം മത്സര രംഗത്തേക്ക് ഇറങ്ങും. ആ മത്സരത്തിൽ ആൻഡി ബേണം ജയിച്ചേക്കുമെന്നും കീർ സ്റ്റാർമർക്ക് പ്രധാനമന്ത്രി പദവി രാജിവെക്കേണ്ടി വരുമെന്നും കരുതപ്പെടുന്നു. കീർ സ്റ്റാർമറേക്കാൾ കുടിയേറ്റക്കാരോട് കരുണയും വാത്സല്യവും ഒക്കെ ഉള്ളത് ആൻഡി ബേണത്തിന് തന്നെയാണ്. ആൻഡി ബേണം വരുന്നതോടുകൂടി ലേബർ പാർട്ടിയും റിഫോം UKയും നേരിട്ടാവും ബ്രിട്ടനിൽ ഏറ്റുമുട്ടുക. കൺസർവേറ്റീവ് പാർട്ടി ബഹുദൂരം പിന്നിലേക്ക് പോകും. എന്തായാലും ബ്രിട്ടനിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആരംഭിച്ചിരിക്കുന്നു. വരുന്ന നാളുകളിൽ ഇതിൻ്റെ ഫലം നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും.